ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും പറയുന്നത് അതേ പ്രകാരം അനുസരിക്കുക, അതുവഴി ജീവിക്കുക എന്നുള്ളത് നിർബന്ധകരമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിൽ ഉള്ളതെല്ലാം പഠിപ്പിച്ച് തന്നിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവസാനം ജനങ്ങളുടെ സാക്ഷിയോടുകൂടി അത് അംഗീകരിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിച്ചത് പ്രവാചകനിലൂടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആരാധനാ കർമ്മങ്ങളും സ്വർഗത്തിലെത്തപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തന്നിട്ടാണ് മരണമടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും കൂടുതൽ വരുത്താനോ അല്ലെങ്കിൽ കുറവ് വരുത്താനോ പാടില്ല. ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലേണ്ട ദിക്റുകളുടെ എണ്ണം, ഓരോ നമസ്കാരത്തിലും പറയേണ്ടുന്ന ദിക്റുകൾ, അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം ചെയ്യേണ്ടുന്ന പ്രാർത്ഥനകൾ, അങ്ങനെ ഓരോന്നും ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ പ്രവാചകൻ പറഞ്ഞത് അതേപടി അനുസരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തം നമ്മുടെ മേൽ ബാധ്യതയാണ്. അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കൂ എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഒരു ജനത അതിര് കവിഞ്ഞാൽ അവൻ നശിക്കുക തന്നെ ചെയ്യുമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകും. മറ്റ് നബിമാരെ പുകഴ്ത്തിപ്പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തിപ്പറയരുത്. അങ്ങനെ പുകഴ്ത്തിപ്പറഞ്ഞാൽ അല്ലെങ്കിൽ മതത്തിൽ അതിര് കവിഞ്ഞാൽ ആ അതിര് കവിയുന്നവൻ നാശമടയുന്നതാണ് എന്നുള്ള കുറേ വചനങ്ങൾ നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 3 സഹാബിമാർ വരികയും പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്ത ആ സഹാബിമാർ പല തീരുമാനങ്ങളും എടുത്തിട്ടാണ് പോയത്. ഞങ്ങളിനി നോമ്പ് ഉപേക്ഷിക്കുകയില്ല എന്നും വിവാഹം കഴിക്കുകയില്ല എന്നും തുടങ്ങിയ പല തീരുമാനങ്ങളും. എന്നാൽ പ്രവാചകൻ അവരെ തിരിച്ചു വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് മുറിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആരെങ്കിലും ചെയ്താൽ അവൻ്റെ ഇരിപ്പിടം നരകമാണ് എന്ന്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മതത്തിൽ ഒരിക്കലും അതിരുകവിയൽ പാടില്ല. ഈ അതിരുകവിയുന്നത് നമുക്ക് അതിയായ സ്നേഹം കൊണ്ടാണ്. നമ്മുടെ മരണപ്പെട്ടുപോയ പുണ്യവന്മാരായ ആൾക്കാരോടുള്ള അതിയായ സ്നേഹം കൊണ്ട് മാത്രമാണ് അവരുടെ ബിംബങ്ങളുണ്ടാക്കി അറബികൾ ഉൾപ്പെടെയുള്ളവർ ആരാധിച്ചിരുന്ന, ഇന്നും അത് തുടരുന്നത് അതിയായ സ്നേഹം കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രവാചകനോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് അവർ ബർത്ത്ഡേ അല്ലെങ്കിൽ നബിദിനം പോലെയുള്ളത് ആഘോഷിക്കുന്നത്. നമ്മളോട് തന്നെയുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇച്ഛകളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിര് കവിയൽ എന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദീനിൽ പാടില്ലാത്തതാണ്. എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള മിതത്വം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിൽ എത്തപ്പെടാനുള്ള മാർഗമാണ്. നാം എല്ലാവരെയും അള്ളാഹു ആ വിധത്തിലുള്ള മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.